കാലത്ത് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കുന്നതാണ് അഴിമതി, ആരോപണം, എന്താണ് മാസപ്പടി, അത് ഇതിലേത് നേതാവിൻ്റെ മക്കൾക്കാണ് കോടികളില്ലാത്തവർ? പിന്നെ നിങ്ങൾ എന്ത് കമ്മ്യൂണിസമാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്? അപ്പം നിങ്ങൾ പറയുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇപ്പം എന്താണ്? ഈ അണികളെന്ന് പറയുന്ന പാവപ്പെട്ടവന്മാരെ എടുത്തിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കാനും വെട്ടാനും കുത്താനും ആക്കിയിട്ട് വിട്ടിട്ട് നിങ്ങൾ സൂചിച്ച് ജീവിക്കുകയാണ്. അപ്പം ബൂർഷായിസം എവിടെയാണ്? നിങ്ങളിലാണ്. സോ ഞാൻ കോൺഗ്രസിൻ്റെ സ്റ്റേജിൽ പോയിരിക്കുന്ന കോൺഗ്രസ് ചേരാനോ അതിനൊന്നുമല്ല. എനിക്ക് കോൺഗ്രസിൽ നല്ല ബന്ധങ്ങളുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കമ്മ്യൂണിസ്റ്റിലുണ്ട് ആളുകൾ. പി രാജീവ് എൻ്റെ സുഹൃത്താണ്. എനിക്ക് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എ റഹീം. അതിൻ്റെ അർത്ഥം ഇതല്ല ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായി എന്നുള്ളത്. എൻ്റെ ആശയം എന്ന് പറയുന്നത്, ഞാൻ കുട്ടിക്കാലത്ത് സയൻസ് സന്ധ്യാശാഖകളിൽ പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. അത് 9ലും 10ലൊക്കെ പഠിക്കുന്ന സമയത്ത് 9 എന്ന് പറഞ്ഞാൽ ഒരു 3 വർഷത്തോളം ഞാൻ ശാഖയിൽ പോയിട്ടുണ്ട്. അതേ സമയത്ത് സ്കൂളിൽ എന്തായിരുന്നു? KSU ആയിരുന്നു. സോ അതിന് രാഷ്ട്രീയം എന്ന് പറയുന്ന ആ ഒരു മെച്യൂരിറ്റി വരാത്ത ലെവലാണത്. പക്ഷെ നമ്മൾ വളർന്നു വരുമ്പോഴാണ് നമ്മളൊരു പാർട്ടിയോടുള്ളത്, പാർട്ടിയുടെ ആശയങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതും അതിൽ നിന്ന് എനിക്കൊരിക്കലും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം എന്നുള്ളത് എനിക്കിഷ്ടം തോന്നിയ ചില കാര്യങ്ങളുണ്ട്. എന്തായിരുന്നു? പാവപ്പെട്ടവനെ എപ്പോഴും അവർ കൂടെ നിർത്തുക എന്നൊക്കെ ഉള്ളത് ആശയം ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. പാവപ്പെട്ടവനെ എപ്പോഴും കൂടെ നിർത്തുക എന്നുള്ളത് അതിപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ബട്ട് പിന്നീട് ഇവിടെ നേതാക്കന്മാരൊക്കെ പണക്കാരുമായി, ഈ പാവപ്പെട്ടവർ അണികളുമായിട്ട് നടക്കുന്നുണ്ട്. ഇന്ന് അവരാണ് ഈ ബൂർഷായിസം കാണിക്കുന്നത്. ഇതിൽ നിങ്ങൾ ഒരു നേതാവിനെ, ഇന്ന് ഭരിക്കുന്ന നേതാക്കന്മാരിൽ അത് മുഖ്യമന്ത്രി തൊട്ട് താഴത്തേക്കുള്ള ഒരാളാണ്. എന്നെ ഏറ്റവും അധികം വെറുപ്പിച്ചിരിക്കുന്ന ഒരു ഭരണം എന്ന് പറയുന്നത്, അത് ഒരു 10 വർഷം മൻമോഹൻ സിംഗിൻ്റെയും അല്ലെങ്കിൽ അതിനു മുമ്പ് ആ ഗോട്ടാലാസ് 2G സ്പെക്ട്രം കോടികൾ ഒരാൾ മറക്കുക, അത് രാജ അല്ലെങ്കിൽ കന്നിമൊഴി, ഈ ഗ്യാങ് എല്ലാവരും കോൺഗ്രസുമായിട്ട് ചേർന്നിട്ടുള്ളവരാണ്. കോമൺ മാൻ ഹി വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ഹാപ്പനിങ്, സോ ഹി വിൽ നോട്ട് അക്സെപ്റ്റ് ഇറ്റ്. ഇതാണ് ഇവിടുത്തെ സംഭവം. ഈ കറപ്ഷൻ വരുന്ന സമയത്താണ് എൻ്റെ ആശയപരമായിട്ട് എനിക്ക് ചേർന്ന് പോകാൻ പറ്റാത്തത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് വരെ ഈ കറപ്ഷൻ എന്ന് കാണുന്നത് അത് ഈ പാവപ്പെട്ടവൻ്റെ പൈസ വെച്ചിട്ടാണ് ഈ കറപ്ഷൻ. അത് ഇവിടുത്തെ കേരള ഗവൺമെൻറ്റിനകത്ത് ഇഷ്ടംപോലെ കറപ്ഷൻ ഉണ്ട് ഇന്ന് ഭരിക്കുന്നതിൽ. നിങ്ങൾ എങ്ങനെ ക്യാപ്സ്യൂൾ വിഴുങ്ങിയിട്ട് നിങ്ങളതിനെ ന്യായീകരിക്കാൻ നോക്കിക്കഴിഞ്ഞാലും ജനങ്ങൾക്കിത് മനസ്സിലാവാൻ തുടങ്ങി.